അമ്മ എന്തിനാണ് ഈ കിടന്ന് തൊള്ള കീറുന്നത്? ഞാൻ ഇത്ര അടുത്ത് നിൽക്കുമല്ലോ. ഒരു കാര്യം പറയാണ്ടായിരുന്നു. എന്നതാ പറഞ്ഞു തോലക്ക്? അതെ ആ പിന്നെ ആവേശം ആവേശ് മോനെ നന്ദു ആവേശ് നീ എന്തോടി എന്നോട് ഏതാണ്ട് പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട്? ഓ ഒന്നുമില്ല. മോനെപ്പോ വന്നടാ? അതൊക്കെ എത്തി. സർപ്രൈസ്. എന്തോന്നാ? ഞാൻ വീട്ടിൽ പറയാതെ വന്നാണല്ലോ. ഇന്ന് ഏർലി മോർണിംഗ് എത്തി. എന്നാ മാമി അങ്ങ് ക്ഷീണിച്ചു പോയല്ലോ. പോടാ അവിടുന്ന്. ഇതെന്തുവാ? ഇങ്ങോട്ടാണെന്ന് പറഞ്ഞപ്പോ അമ്മ ഇത്തിരി പോയമീൻ കൊടുത്തു വിട്ടെ. ഇതെന്ന് എന്നാ കറി വെക്കണമെന്ന് വിചാരിച്ച് ഞാൻ ഇരിക്കുവായിരുന്നു. ഒന്ന് മാറിക്കടാ. ഇത് എത്ര കിലോ ഉണ്ടോ മോനെ? എനിക്കൊന്നും അറിയത്തില്ല. അവളെ നാളെ ആരോ പെണ്ണ് കാണാനൊക്കെ വരുന്നുണ്ടല്ലോ. ആടെ വരുന്നുണ്ട്. അല്ല, എന്റെ അമ്മ ഒരു പ്രൊപ്പോസൽ വെച്ചപ്പോ മാമി സംസാരിച്ചു പോലില്ലല്ലോ. എടാ ഞാൻ സംസാരിച്ചതാടാ. ഒന്നാമത്തെ നീ 10ാം ക്ലാസ് തോറ്റതല്ലയോ. അവൾ അന്ന് ഇപ്പൊ PG കഴിഞ്ഞിട്ട് BEd ചെയ്തോണ്ടിരിക്കുവാ. ഇതെങ്ങനെ ശരിയാവാനാണ്? ഞാൻ 10ൽ തോറ്റെങ്കിലേ അതിനാരാ എത്ര? അവളാ. അതെങ്ങനാ? മാമിക്ക് ഓർമ്മയുണ്ടോ? എന്റെ ഈ കൈ ഇതല്ല, ഈ കൈ പിടിച്ചിട്ട് അവൾ എന്ത് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. എന്റെ ക്ലാസ്സിലെ മാഷ്മാരുടെ പഠിപ്പീര് മോശം കൊണ്ടാവാം ഞാൻ വീണ്ടും വീണ്ടും തോറ്റ് ആ ക്ലാസ്സിൽ തന്നെ പഠിക്കേണ്ടി വന്നു. അപ്പോഴൊന്നും ഞാൻ വിഷമിച്ചില്ല മാമി. പക്ഷെ അവള് പഠിച്ച് എന്റെ ക്ലാസ്സിലെത്തി. അതേ ക്ലാസ്സിലിരുന്ന് പഠിക്കും എന്റെ ആത്മാഭിമാനം സമ്മതിച്ചില്ല മാമി. അങ്ങനെ അവൾക്ക് വേണ്ടി അവിടെ വെച്ച് ഞാൻ എന്റെ പഠിപ്പ്. എടാ നീ തോറ്റു പഠിച്ചതിന് എന്റെ കൊച്ച എന്തോ ചെയ്തു? മാമി ഉള്ള കാര്യം പറ, എന്റെ കാര്യം നടക്കൂല്ലോ. എടാ ഇപ്പൊ പെണ്ണ് കാണലല്ലേ ആയുള്ളു, നമുക്ക് ശരിയാക്കാവുന്ന. നീ ഇപ്പൊ അകത്തോട്ട് പോയിട്ട് ഞാൻ ഈ മീനൊന്ന് ശരിയാക്കട്ടെ. മീന്റെ കാര്യം വരെ ശരി. നന്ദു സുഖല്ലേ? പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ല. ഞാൻ ഷാർജ ജോലി ചെയ്യുന്നിടത്ത് ടീച്ചർമാർക്ക് നല്ല ഡിമാൻഡാ. ഞാൻ വേണമെങ്കിൽ അറബിനോട് അതാ കുടിക്കല് വെള്ളമുണ്ട്, കുടിച്ചോട്ടാ. കുടിക്കല പെണ്ണുകളിലൊന്നും നമ്മളോട് ആരും പറഞ്ഞില്ല. കുഴപ്പമില്ല, മാമി പറഞ്ഞ മാതിരി പെണ്ണുകളിലല്ലേ, കല്യാണം ഒന്നല്ലല്ലോ. അതാ ഒരു സമാധാനം. നന്ദുന് അഥവാ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അപ്പൊ തന്നെ പറഞ്ഞേക്കണം. ഇവിടെ നാട്ടില് വേറെ ഉണ്ടല്ലോ ചെറുക്കന്മാര്. പോയാ അതെന്നാ പരിപാടിയാ?
എന്തോ ടൈപ്പുണ്ടല്ലോ. സംതിങ് എന്തേ? ഫോൺ ചാർജ് ആയി നോക്കിയാണേ. അത് നിന്റെ ഐഫോൺ അല്ലേ? ശരിയാണല്ലോ, ഐഫോൺ. കുത്തിക്കോ. ഓ നോക്കിക്കോ. ഏറ്റില്ല. ഇവന്റെ നരമ്പിനൊരു മാറ്റമില്ലല്ലോ. എന്താടാ? ഹെൽപ്പ് വല്ലതും വേണമെന്ന് ചോദിക്കാൻ വേണ്ടി വന്ന. നിന്റെ ഹെൽപ്പ് വേണ്ട, ഒരു കൂപ്പും വേണ്ട, ഒരു സഹായം. ഓ ഓൾറെഡി ചാടാ. നീ എനിക്കുള്ള അടി. ഇത് പുഴമീൻ തന്നെയാന്ന്. ആ എന്നാടി അകത്തൊരു ബഹളം കേട്ടത്? അതൊന്നുമില്ല അമ്മ. രാവിലെ മുതൽ നീ മൂട്ടി തീ പിടിച്ച പോലെ ചാടി നടക്കുന്നുണ്ടല്ലോ, എന്തുവാടി? അമ്മ ആ അതില്ലേ, ആ അമ്മ അതില്ലേ. എന്തുവാടി? എന്തോ അത് പിന്നെ കാര്യം പറ. വാ തുറന്നു വല്ലതും പറയത്തില്ല. അരുണായിട്ട് മേടിച്ചെന്ന് സ്വർണ്ണമാല കാണാനില്ല. മാല കാണാനില്ല. എവിടെ കൊണ്ട് കളഞ്ഞടി മഹാഭാവി നീ അത്? അമ്മ ഞാൻ എല്ലായിടത്തും തെരഞ്ഞ എവിടെ കാണുന്നില്ല. അവിടെ ഒരു തെരച്ചില്. ഇന്ന് ഇവിടെ ഞാൻ ഒഴിക്കുവടി. മൂല്യമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. കാരണം ഇത് ഉപയോഗിക്കുന്ന സമയത്ത് ആരോഗ്യപൂർണമായിട്ടുള്ള ഒരു രക്തചക്രവണം നിങ്ങൾക്ക് നിലനിർത്തുവാൻ സഹായിക്കും. ഇന്നലെ അത് ഇട്ടോണ്ട് നടന്നപ്പോഴേ ഞാൻ പറഞ്ഞതാ നാളെ അത് ഇട്ടാ മതിയെന്ന്. എവിടെ കൊണ്ടുപോയി കളഞ്ഞടി അത്? എന്റെ അമ്മ, ഞാൻ ഈ വീട് മൊത്തം തെരഞ്ഞതാ, ഞാൻ എവിടെയും കൊണ്ട് കളഞ്ഞിട്ടില്ല. കാണാനില്ല അമ്മ. ഓ എന്റെ ദൈവമേ, എത്ര രൂപയുടെ മുതലായി ഈ പെണ്ണ് നശിപ്പിച്ചത്. തീരെ ഒന്ന് കണ്ടതുപോലുമല്ല ഞാനത്. എടി ആ മാല ശരിക്കും നോക്കിയോ മക്കളെ? അവിടെങ്ങാനും ഓടിയത്. ആവശ്യം നിനക്ക് തന്നെ, ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നിനക്ക് അറിയണോ? അവനറിഞ്ഞ എന്നാ കുഴപ്പം? എടാ നല്ലൊരു സ്വർണ്ണമാല ഇവക്ക് കിട്ടിയിട്ട് കുറച്ച് ദിവസമായിട്ടുള്ള കളെ അത് വിട്ടോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കോപ്രായം കാണിച്ചപ്പോഴേ ഞാൻ പറഞ്ഞതാ കൊണ്ടുവന്ന് ഊരി വെക്കാൻ. അവൾ അത് കേട്ടില്ല. അമ്മയുടെ പറച്ചിലേട്ടോ ഞാൻ എല്ലാം കൂടെ കൊണ്ട് കളഞ്ഞു. എനിക്ക് അറിയില്ല അമ്മ എവിടെയാന്ന്. എടി 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 മിണ്ടാതിരടി. എടി ആ പാവം പിടിച്ച ചെക്കൻ ഇല്ലാത്ത കാശുണ്ടാക്കി ആ മാല നിനക്ക് മേടിച്ചു തന്നതേ എങ്ങനെയല്ലേ ഈ കല്യാണം നടന്നോട്ടെന്ന് വിചാരിച്ചല്ലോടി? അത് കൊണ്ടുപോയി തൊലച്ചില്ലോടി.
അപ്പൊ ഞാൻ മനസ്സിലായില്ല. ഇനി എന്തിനാ എന്നെ നോക്കുന്നേ? ബാക്കിയും കൂടെ അങ്ങ് പറഞ്ഞു കൊടുക്ക്. എടാ മോനെ, ആവേശം മോനെ, നാളെ ഇവളെ പെണ്ണ് കാണാൻ വരുന്നവരില്ലയോ ചെറുക്കന്, അവർക്ക് നേരത്തെ പരസ്പരം അറിയാമായിരുന്നോടോ. എന്ന് വെച്ചാ ഞാൻ പറഞ്ഞതാ അത് വേണ്ടാന്ന്. പിന്നെ അവര് പരസ്പരം അങ്ങ് അവർക്ക് ഇഷ്ടപ്പെട്ടു പോയി. ആ പിന്നെ അരുണേട്ടൻ ഞാനും കുറെ നാളായിട്ട് സ്നേഹത്തിലാ. അച്ഛനും അമ്മയ്ക്കൊക്കെ നന്നായിട്ട് അറിയാതെ. അരുണേട്ടന്റെ വീട്ടിൽ ഈ പ്രേമ എന്നൊക്കെ പറഞ്ഞ സമ്മതിക്കില്ല അമ്മ. അതുകൊണ്ട് നാളെ ഒരു പെണ്ണ് കാണാനാന്ന് പറഞ്ഞു വരുന്നു. ആവേശം മോനെ, അപ്പൊ അവര് വരുമ്പോ നാളെ ഇവിടെ കഴുത്തിൽ എന്തെങ്കിലും വേണ്ടേ? അതിന് അവര് മേടിച്ചു കൊടുത്ത മാലയാണ് ആ കളഞ്ഞു പോയ മാല. അമ്മ നമുക്ക് ഒന്നുകൂടെ തെരഞ്ഞു നോക്കാം, എല്ലായിടത്തും കിട്ടും. പ്ലീസ് അമ്മേ. ആവേശം മോനെ, മാല ഒന്ന് തപ്പാൻ കൂടറ. നമ്മുടെ കൊച്ചിന്റെ കാര്യമില്ലയോ, ഒന്ന് വാക്കളെ. മാലല്ലേ തപ്പാ തപ്പിത്തരാം. കാണാനായി തേടുവതെന്തോ, തേടേണ്ടത് നീ നേരോ, പോകാതൊരു നേരം ഇതെന്തോ, ചെന്തി പോൽ പായും ഇതറിയട, ഇരു കണ്ണിലും ആഴുവതെന്തോ, പല നാളിലൊരാശ ഇതല്ലോ, ചിരിയിളകിയൊരാളിതിലെങ്ങോ, കൺമുൻപിൽ അലയുവതറിയട. തെടിയലയുന്ന വഴികളിലാകെ തലതിരിയുന്ന വഴികളതാണ്, പടവുകളതു പലതിലുമാകെ പലവിധ ചതിയുടെ കൊലച്ചിരിയാണത. ആളും തീക്കളിയാണ്, ഒരു മനമാറാടുകയാണ്, തിരതിരയുന്ന യോഗം ഇതാകെ അടവുകളൊരു പിടി കൂട്ടായി പോയി. ഫ്ലാഗ് ഒക്കെ വെച്ചിരിക്കുന്ന അതിന്റെ താഴെ ഇരിക്കുന്ന സാറാണോ സാറേ? ആ കണ്ടു സാറേ, കണ്ടു. ആ എത്തി സാറേ. നമസ്കാരം സാറേ. കുറച്ച് ലേറ്റ് ആയി പോയി, സോറി. വരുന്ന വഴിക്ക് കസ്റ്റമറിന്റെ വണ്ടി കാണിക്കണ്ടായിരുന്നു, അതുകൊണ്ടാ ശകലം ലേറ്റ് ആയിരുന്നു. സാറേ നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കിയാലോ? സാറേ സീറ്റ് ബെൽറ്റ് ഒന്നും ഇടാവോ? ഉള്ള ക്യാമറയാണ് സാറേ. അവിടെ സാർ. അയ്യോ സാറേ, ഒരു അർജന്റ് കോൾ ഉണ്ടായിരുന്നു, ഒന്ന് സംസാരിച്ചോട്ടെ? ഓക്കെ സാറേ, താങ്ക് യു. എടി നീ ഇത് എവിടാടി? നിന്റെ ഒരു അനക്കവും ഇല്ലല്ലോ. രാവിലെ തൊട്ട് എത്ര മെസ്സേജാ നിനക്ക് അയച്ചു? നീ എന്തൊന്നും മിണ്ടാത്തെ? നാളത്തെ കാര്യാലേക്കും നിനക്ക് ടെൻഷൻ ഉണ്ടല്ലേ? ഇത് ഏത് മാലവ കാര്യം പറഞ്ഞേ? കുറച്ച് കാര്യങ്ങൾ സീരിയസ് ആയിട്ട് കാണാൻ നോക്ക്. ലൈഫിൽ കുറച്ചുകൂടെ പക്വത കാണിക്ക് പ്ലീസ്.
ഞാൻ ഉറങ്ങട്ടെ, ഇന്ന് രാത്രി ഞാൻ ഉറങ്ങട്ടെ, ഇന്ന് രാത്രി ഞാൻ ഉറങ്ങട്ടെ, ഇന്ന് രാത്രി ഞാൻ ഉറങ്ങട്ടെ. ഓർമ്മകൾ മരിച്ച മനസ്സ് പോലെ ഈ ഭൂമിയിലൊര ഞാൻ മയങ്ങട്ടെ. ഞാൻ പൊരുതി നേടിയ നിലത്തിൽ അമ്മയുടെ മടിയിൽ എന്ന പോലെ ഉറങ്ങട്ടെ.